ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. സംഘർഷത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യമാണ് എന്നാണ് ഇന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് നേരെ ശക്തമായ പോലീസ് നടപടി ഉണ്ടായെന്നും തിരിച്ചും ആക്രമണം ഉണ്ടായി എന്നുമൊക്കെ ഉള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ള അത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി. അങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള നിരീക്ഷണവും പരിശോധനയും നിലവിൽ സുപ്രീം കോടതി നടത്തിവരികയാണ്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സമരവും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഘർഷത്തിലും ഒരു സ്വതന്ത്ര അന്വേഷണം നടത്തണം എന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ സുപ്രീം കോടതി എത്തുന്നത്. അത്തരത്തിലൊരു ചോദ്യം ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ കേസ് പരിഗണിക്കുമ്പോൾ ചോദിക്കുകയും ചെയ്തു. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സ്വതന്ത്ര അന്വേഷണം വേണം എന്ന നിഗമനമാണ് കോടതി മുൻപോട്ട് വെച്ചത്. ഒപ്പം കോടതി വ്യക്തമായ ചില നിരീക്ഷണങ്ങളും ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട്. സമരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് അതിക്രൂരമായിട്ടുള്ള നടപടികളുണ്ടായി. ഈ സമരക്കാരെ ലൈംഗികമായി ഉപദ്രവിച്ചു തുടങ്ങിയിട്ടുള്ള പരാതികൾ പോലും കോടതിക്ക് മുൻപിലേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ, സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെയും അതിശക്തമായ അക്രമം ഉണ്ടായി എന്ന കാര്യവും, ഈ രണ്ട് കാര്യവും കോടതി ഒരേ സമയം നിരീക്ഷിച്ചിട്ടുണ്ട്. ഈ രണ്ട് ഹർജികളും ഒരുമിച്ച് തന്നെയാണ് കോടതി പരിഗണിക്കുന്നത്. അതായത് ഒന്ന്, ഈ സമരത്തിന് നേരെ ഉണ്ടായിട്ടുള്ള പോലീസ് അതിക്രമം, ഒപ്പം സുരക്ഷാ സേനയ്ക്ക് നേരെ ഉണ്ടായിട്ടുള്ള അതിക്രമം. ഈ രണ്ട് നടപടികളും ചോദ്യം ചെയ്തുള്ള ഹർജികൾ ഒരുമിച്ച് സുപ്രീം കോടതി പരിഗണിക്കുന്നു. ഒരു ഉത്തരവിലേക്ക് കടക്കുമ്പോൾ ഈ വിഷയത്തിൽ ഒരു സ്വതന്ത്ര അന്വേഷണം, അത് ഏത് രീതിയിൽ, ഏത് തലത്തിലുള്ള അന്വേഷണമാകും കോടതി ഉത്തരവിടുക, കോടതി നേരിട്ടൊരു സമിതിയെ രൂപീകരിച്ചുകൊണ്ടൊരു സ്വതന്ത്ര അന്വേഷണം, ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് പോകുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും രണ്ട് തലങ്ങളും നിലവിൽ സുപ്രീം കോടതി ഈ വിഷയത്തിൽ പരിഗണിച്ചിട്ടുണ്ട്. ഇന്നും കോടതി വ്യക്തമാക്കിയത് സമാധാനപരമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക്, സമരങ്ങൾക്ക് അത് ജനാധിപത്യത്തിലെ അവകാശമാണ് എന്ന കാര്യം കോടതി വ്യക്തമാക്കുമ്പോൾ തന്നെ ഇത്തരം സമരങ്ങളിൽ സാമൂഹ്യ വിരുദ്ധ ഘടകങ്ങൾ ഉണ്ടായാൽ അത് പ്രത്യേകം നേരിടണം. പോലീസിനെതിരെയുള്ള അതിക്രമങ്ങൾ അംഗീകരിക്കാനാകില്ല എന്നുള്ളതും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ ഈ കേസ് പരിഗണിക്കുമ്പോൾ നിർണായകമായൊരു നിരീക്ഷണം സുപ്രീം കോടതി നടത്തുകയും ചെയ്തിരുന്നു. സമാധാനപരമായ ഏതായാലും നിയമം കയ്യിലെടുക്കുകയും അതിക്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയത്.